ഇടതുപക്ഷത്തിന് തിരുത്തലുകൾ ആവശ്യമാണെന്ന് ജോസ് കെ മാണി എം.പി. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയമാണ് ഉണ്ടായത്. ആ ജനവിധി മാനിക്കുന്നുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയൊരു പരാജയം വന്നിട്ടുണ്ട്. സംശയമൊന്നുമില്ല. ആ ജനവിധി ഞങ്ങൾ ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, വിനയത്തോടുകൂടി ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനമായും നമുക്ക് കാണേണ്ടത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ആ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന പാർട്ടി അംഗങ്ങളോ അങ്ങനെയുള്ളതല്ല. ഇടതുപക്ഷത്തിനോട് അനുഭാവമുള്ള സ്നേഹിക്കുന്ന എക്കാലത്തും സ്നേഹിക്കുന്ന ആളുകൾ ജനവിഭാഗങ്ങളുണ്ട്. അവര് ഇടതുപക്ഷത്തു നിന്ന് അകന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അകലം കാണിച്ചു എന്നുള്ളത് ശരിയാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരാൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ തിരുത്തലുകൾ ആവശ്യമാണ്. കൂടിയാലോചനകളിൽ കൂടി വേണം തിരുത്തൽ നടത്താൻ. ആ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വന്നു, പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ട്, ജനങ്ങളുടെ ഒരു പ്രതീക്ഷ നൽകേണ്ട, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അല്പം ഈ അനുഭാവികളായിട്ടുള്ളത് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്നുള്ള പരിശോധിച്ച് അതിന് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ അത് കൂടിയാലോചിച്ച് എടുത്തേണ്ട തിരുത്തലുകളാണ്. എവിടെയാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ പാലാ പ്രസംഗമാണോ തോമസ് ചാഴിക്കാടന്റെ തോൽവിക്ക് കാരണമായത് എന്ന ചോദ്യത്തിന് ഒരു പ്രസംഗം കൊണ്ട് ഒരാൾ തോൽക്കും എന്ന് കരുതുന്നില്ല എന്നായിരുന്നു ജോസ് കെ മാണിയുടെ മറുപടി. പരാജയത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പാലായിലെ പ്രസംഗമാണ് തോൽവിക്ക് കാരണമെന്ന് തോമസ് ചാഴിക്കാടൻ പാർട്ടി ഉന്നതാധികാര സമിതി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.